ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മരണപ്പെട്ടു, സ്വത്തിന് അവകാശികളൊന്നുമില്ല, അത് ഗവൺമെൻറ് അങ്ങ് പിടിച്ചെടുത്തു. എന്നാൽ എന്താ പാടെ വരാൻ പോണത്? ഭൂമി വെളിരുമോ, ആകാശം തകരുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ പറയാം വയസ്സും പ്രായവും ചെന്നാൽ നമ്മളൊക്കെ നോക്കാൻ ആൾക്കാർ വേണ്ടതാണ്. ആ പ്രതീക്ഷ ഒട്ടും വേണ്ട. പൈസ ഉണ്ടെങ്കിൽ വയസ്സും പ്രായവും ചെന്നാൽ മക്കൾ വേണം. നല്ല ഹോം നേഴ്സിനെ കിട്ടൂലേ, കുറച്ച് കാശ് ചിലവാക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിലും മക്കളെന്നെ നോക്കാനാണ് എന്നുള്ള രൂപത്തിൽ വളർത്തുന്നത് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. കോഴി കുട്ടികളെ വളർത്തുന്നത് കോഴിനെ നോക്കാനാ അല്ലേ? പശു കുട്ടിനെ വളർത്തുന്ന പശുവിനെ നോക്കാനാ? പൂച്ച കുട്ടിനെ വളർത്തുന്ന പൂച്ച നോക്കാനാ? മനുഷ്യന്മാർക്ക് മാത്രമേ ഒറ്റ സ്വാർത്ഥതയുള്ളൂ, നമ്മളെ നോക്കാനാണ് നമ്മളെ മക്കളെ. എന്നാ ഇതാവരുത് നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്തായിരിക്കണം ലക്ഷ്യം? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, തസവ്വജുൽ വലൂദ്, ഏറ്റവും പ്രസവമുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണേ. കാരണം ഫഇന്നി മുകാസിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, എൻ്റെ സമുദായ ആധിക്യത്തിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് അഭിമാനം കൊള്ളണം അന്ത്യനാളിലെന്ന്. അപ്പൊ നമ്മുടെ മക്കൾ എന്തിനാണ്? ഒറ്റ മറുപടിയുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായ വർദ്ധനവിന് വേണ്ടിയാണ്. ഈ നിയ്യത്ത് വെച്ചവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈവക്കേ? ഒരൊറ്റ ആൾ കൈവക്കേ? ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം വെച്ചോ? ആലോചിച്ച് നോക്കൂ, ലക്ഷ്യം വെച്ചോ? ഇനി ഓർക്കണം, നിങ്ങള് രണ്ടാമത്തെ ലക്ഷ്യമുണ്ട് മക്കളെ കൊണ്ട്. ഒന്ന് റസൂലുള്ളാഹിന്റെ സമുദായ വർധനവിന്. രണ്ടാമത്തെ ലക്ഷ്യം അതെന്താ? കഞ്ഞിയും ചോറും ചികിത്സയും തരലല്ല, അതൊക്കെ വല്ല ചാരിറ്റികളൊക്കെ ഏറ്റെടുക്കും. രാഷ്ട്രീയപരമായോ മതപരമായോ PSKSF ഒക്കെ എത്ര സ്ഥലത്താണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് അല്ലേ? ഒരുപാട് തണൽ വൃക്ഷങ്ങൾ തന്നെ ഇപ്പൊ ഈ കാലത്തില്ലേ അല്ലേ? അപ്പൊ അതിനല്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം മക്കൾ തന്നെ വേണം. ഒരാരും ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നു, അന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഇങ്ങനെ തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നു. എനിക്ക് ചെറിയൊരു സദസ്സായിരുന്നു. ഇരിക്കട്ടെ, ആ 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോ ദ്വാർപ്പിക്കാൻ വേണ്ടി സംഭാവന തന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയി ഉപ്പയ്ക്ക് വേണ്ടി ദ്വാർക്കാൻ, മരണപ്പെട്ടു പോയി ഉമ്മയ്ക്ക് വേണ്ടി ദ്വാർക്കാൻ. ആ 10 വർഷത്തിന് ശേഷം ഒരുപാട് വയലുകൾ ഇവിടെ സംഘടിപ്പിച്ചില്ലേ നിങ്ങൾ? ഒരു പക്ഷേ കഥാപ്രസംഗം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ കഥാപ്രസംഗത്തിലും വയലിലൊക്കെ ഉപ്പക്ക് ദ്വാരക്കണേ, ഉമ്മക്ക് ദ്വാരക്കണേ, മരണപ്പെട്ടു പോയ വല്യപ്പയ്ക്ക് ദ്വാരക്കണേ, വല്യമ്മയ്ക്ക് ദ്വാരക്കണേ, അതിനുവേണ്ടി പൈസ കൊടുത്തത് കണ്ടിട്ടില്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു സദസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ മക്കളില്ലാത്ത 2 ദമ്പതികൾ ഉണ്ടായിരുന്നു, അവര് മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ദ്വാരക്കാൻ എൻ്റെ വക 100 രൂപ. അങ്ങനെ ആരെങ്കിലും ചരിത്രത്തിൽ 60ഉം 70ഉം വയസ്സായ വാപ്പാരി സദസ്സിലില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടെങ്കിൽ ഒന്ന് കൈവക്കിയ നിങ്ങൾ ഉണ്ടോ? ഇല്ല. അതിനാണ് മക്കൾ. മരിച്ചു പോയാൽ നമുക്ക് വേണ്ടി ദ്വാരക്കാനും ദ്വാർപ്പിക്കാനും അതിനാണ് മക്കൾ. അപ്പൊ മക്കളെ കൊണ്ട് 2 ലക്ഷ്യം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായ വർധനവ്. 2 മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ. ഈ 2 നിയ്യത്ത് വെച്ച് മക്കളെ വളർത്തി നോക്കിയാൽ നിങ്ങള്, എന്നാ ആദ്യം പറഞ്ഞ 3 ലക്ഷ്യം ചിലപ്പോൾ നടക്കും. തറവാട് മഹിമ നിലനിർത്തലാവാം, സമ്പത്തിന് അനന്തരാവകാശികളാവാം, വയസ്സും പ്രായം ചുമ നോക്കാൻ ആളുകളാവാം, ഒക്കെ ആവാം. പക്ഷേ ലക്ഷ്യം ഇതായിരിക്കണം എന്ന് മാത്രം. ഇനി മാർഗം അത് നന്നാവണം. മക്കൾ നന്നാവണമെങ്കിൽ മക്കളെ വളർത്തുന്ന മാർഗം നന്നാവേണ്ടത് വേണം. എന്താണ് മാർഗം? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെ പറയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കഥയിലേക്ക് ക്ഷണിക്കുകയാണ്.
മഹത്തുക്കളെ, ഇന്ന് തൊട്ട് 3 ദിവസം നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ശബ്ദം അനുവദിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വയലുവാക്കേണ്ടി വരും. അല്ലാഹു തആല ഖൈറ് പോലാക്കട്ടെ. ശബ്ദം നന്നാവുന്നുവെങ്കിൽ ഞാൻ തന്നെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അനിയനെ വയലിനും പറഞ്ഞേക്കും. ആ ലക്ഷ്യത്തോടു കൂടി അന്ന് ഞാൻ അഭിമുഖീകരിക്കണേ തന്നെ. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ധിക്കാരിയുടെ അന്ത്യം എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അജന്മശത്രുവാകുന്ന ഫറോവയുടെ അന്ത്യമാണ്. ഈ ചരിത്രം എന്നുള്ളത് മാനവരാശിയുടെ ഓർമ്മകളിലുള്ള വസന്തമാണ്. ദൈനംദിന ജീവിതം കളങ്കപ്പെടുമ്പോൾ അത് മനുഷ്യൻ കഴുകി വൃത്തിയാക്കുന്നത് ചരിത്രത്തിന്റെ തീരത്തിൽ നിന്നാണ്. ഇന്നലെകളിലുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോഴേ നാളത്തേക്കുള്ള ജീവിത ലക്ഷ്യവും മാർഗവും കണ്ടെത്താൻ മനുഷ്യന് കഴിയും. എപ്പോഴും ബാക്കിലോട്ട് നോക്കണം, അപ്പോഴേ മുന്നിലോട്ട് പോകാൻ കഴിയുള്ളല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ഓടിക്കുന്ന 2 വീലർ അല്ലെങ്കിൽ കാറ്, ഓട്ടോറിക്ഷ ഏതാവട്ടെ, അതിനൊക്കെ സൈഡ് ഗ്ലാസ് ഉണ്ടോ? എന്തിനാണ് ഈ സൈഡ് ഗ്ലാസ്? ബാക്കിലോട്ട് നോക്കുമ്പോഴേ മുന്നിലോട്ട് പോകാൻ കഴിയും. നമ്മൾ ഓടുവാണെങ്കിൽ ഒരു കാല് ബാക്കിൽ, മറ്റൊരു കാല് മുന്നിൽ. ബാക്കിൽ നിന്ന് ആ കാല് നൽകുന്ന ഊർജത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാവണമെങ്കിൽ നമ്മൾ പഴയകാല ചരിത്രങ്ങൾ പഠിക്കണം. ആ ചരിത്രങ്ങൾ പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെയും മറ്റുള്ളവരുടെയും ചരിത്രം അല്ലാഹു തആല വിശദീകരിച്ചത്. ചരിത്രത്തെ മറന്നു പോകുമ്പോഴേ മനുഷ്യന് ധിക്കാരപരമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെകളിലുള്ള ചരിത്രത്തെ ഇല്ലായ്മ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം എല്ലാം ചരിത്രരേഖകളിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളുടെ പേരുകൾ, പട്ടണങ്ങളുടെ നാമങ്ങൾ, മുൻഗാമികളുടെ സ്മരണയ്ക്ക് ഇറക്കിയ ട്രെയിനുകൾ എല്ലാം പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ലക്ഷ്യം? പഴയമയെ ഓർത്താൽ ഇന്ത്യയുടെ തനതായ രൂപവും ഭാവവും നിലനിൽക്കും. അതല്ല ആവശ്യം. മറിച്ച് പരസ്പരം വെറുപ്പിന്റെ, കണ്ടുകൂടായ്മയുടെ, വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രം ഉണ്ടാക്കി തീർക്കലാണ്. അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ചരിത്രം മറക്കലാണ്. അതുകൊണ്ടാണ് ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുമായി അവർ രംഗപ്രവേശനം നടത്താനുള്ള കാരണം തന്നെ. ഇരിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരാമർശിച്ച ചരിത്രം മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. മറ്റ് പല പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയും മഹദിമാരുടെയും ചരിത്രമുണ്ടാവും, പക്ഷെ ഇത്ര ആവർത്തിച്ച് കാണൂല. ഫോർ എക്സാമ്പിൾ, ഹസ്രത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ മാത്രമേ അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളൂ. പിന്നെ 4 ഇടത്ത് പേര് പരാമർശിച്ചു, ചരിത്രം ആവർത്തിച്ചില്ല. എന്നാൽ കലീമുല്ലാഹി മൂസ നബിയുടെ ചരിത്രം അങ്ങനെയല്ല. പലയിടത്തും പല അധ്യായങ്ങളിലും ഒരധ്യായത്തിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് വലിയ പാഠം നമുക്ക് ഉൾക്കൊള്ളാനുമുണ്ട്. ഇൻഷാ അല്ലാഹു തആല അവസരോചിതമായി ഉണർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലോട്ട്. മിസ്ർ എന്ന നാട്ടിൽ ഫിർഔനിൻ കാലത്ത് മിക്ക ജനത്തെയും വിളിത്തവർ വാദിത്ത്, ഈജിപ്തിൻ കബീലകൾ വസിച്ച കാലത്ത്
അന്ന് ഇലാഹാണ് ആമിനു എനിക്കിബാദത്ത്. മിസ്ർ എന്ന നാട്ടിൽ ഫിർഔനിൻ കാലത്ത് മിക്ക ജനത്തെയും വിളിത്തവർ വാദീത്ത്. ഈജിപ്തിൻ കബീലകൾ വസിച്ച കാലത്ത് അന്ന് ഇലാഹാണ് ആമിനു എനിക്കിബാദത്ത്. ഖിബ്തികൾ മാലിക്കയും പോലെയുള്ളവർ പിന്നെ ഖീല മൽഊനും ചെയ്തതായി സുജൂദുകൾ. ഖിബ്തികൾ മാലിക്കയും പോലെയുള്ളവർ പിന്നെ ഖീല മൽഊനും ചെയ്തതായി സുജൂദുകൾ. ഖാദിറോനിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ, ഖാദിറോനിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ അന്ന് ഖഹാറിനെ കോർത്ത് തള്ളി പൊള്ളവാദങ്ങൾ. മിസ്ർ എന്ന നാട്ടിൽ ഫിർഔനിൻ കാലത്ത് മിക്ക ജനത്തെയും വിളിത്തവർ വാദീത്ത്. ഈജിപ്തിൻ കബീലകൾ വസിച്ച കാലത്ത് അന്ന് ഇലാഹാണ് ആമിനു എനിക്കിബാദത്ത്. അന്ന് ഇലാഹാണ് ആമിനു എനിക്കിബാദത്ത്. പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഒരു രാജ്യമാണ് ഈജിപ്ത്. ആ ഈജിപ്തിന്റെ ഭരണാധികാരം ഒരു കാലഘട്ടത്തിൽ ഹസ്രത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹനീയ കരങ്ങളിലായിരുന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് 100 വർഷക്കാലം ഈജിപ്തിന്റെ ഭരണാധികാരം കൈയാളിയത് ബനി ഇസ്രായേലുകാരാണ്. പിന്നീട് രക്തപങ്കിലമായ സംഘടനകളിലൂടെയും രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെയും ആ രാജ്യത്തിന്റെ ഭരണാധികാരം വലീദ് ബിൻ മുസ്അബ് ബിൻ റയ്യാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പിടിച്ചെടുത്തു. അദ്ദേഹത്തെ കുറിച്ച് കൊണ്ടാണ് നമ്മൾ ഫിറഔൻ എന്ന് പറയുന്നത്. ഫിറഔൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല. പേർഷ്യൻ രാജാക്കന്മാർക്ക് കിസ്റ എന്ന് പറയാറുള്ളത് പോലെ, റോം രാജാക്കൾക്ക് കൈസർ എന്ന് പറയാറുള്ളത് പോലെ, യമൻ രാജാക്കന്മാർക്ക് തുബ്ബ് എന്ന് പറയാറുള്ളത് പോലെ, അബിശിനിയ രാജാക്കന്മാർക്ക് നജാഷി എന്ന് പറയാറുള്ളത് പോലെ, ഈജിപ്ഷ്യൻ ഭരണാധികാരികൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഫിറഔൻ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആജന്മ ശത്രുവാകുന്ന ഫറോവയുടെ പേര് വലീദ് ബിൻ മുസ്അബ് ബിൻ റയ്യാൻ എന്നാണ്. ആ ഫറോവ ഈജിപ്തിന്റെ ഭരണാധികാരം പിടിച്ചതിന് ശേഷം തന്റെ ഭരണീയരെ എല്ലാം വിളിച്ചു വരുത്തി. അതിൽ ബനി ഇസ്രായേലുകാരുണ്ട്, കോപ്റ്റിക് വംശജരുണ്ട്, അമാലിക്ക തറവാട്ടുകാരുണ്ട്, അങ്ങനെ പലരും. അഹങ്കാരിയായ ഫറോവ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരി മാത്രമല്ല, നിങ്ങളുടെ ദൈവം കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യണമെന്ന്. എന്നാൽ ആ വാദത്തെ ആദ്യമായി ഗണ്ണിച്ചത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആയിരുന്നു. ഇബ്ലീസ് ഫറോവയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രഭു, ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകൻ നിങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളൂ, ഒരു വിരോധമല്ല. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണാധികാരി താങ്കളാണെന്ന് വാദിച്ചുകൊള്ളൂ, ഒരു കുഴപ്പമല്ല. എന്നാൽ ഞാനാണ് ദൈവമെന്ന് വാദിക്കേണ്ട, ആ വാദം പൊളിയോ. അപ്പോ ഭൂലോക ചെറ്റയാകുന്ന ഫറോവ പറഞ്ഞു, പൊളിയൂല്ലടാ, ആ വാദം പൊളിയൂല്ല. ഉടനെ ഫറോവ ആ ചക്രവർത്തിയുടെ മുന്നിൽ നിന്ന് ഇബ്ലീസ് പോയി. ഫറോവ ഉറങ്ങാൻ വേണ്ടി കിടക്കുക, സുഖനിദ്രയില്ല. അപ്പോൾ ഇബ്ലീസ് വന്നുകൊണ്ട് ബെഡ്റൂമിന്റെ ഡോർ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. ശബ്ദം കേട്ട് ഷടകുടന്ന് എഴുന്നേറ്റ് ഫറോവ ചോദിച്ചു, ആരാണത്? അപ്പൊ ഇബ്ലീസ് അങ്ങ് മാറി. ഫറോവ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. ഇബ്ലീസ് രണ്ടാം തവണയും മുട്ടാനും തുടങ്ങി. അപ്പോഴും ഫറോവ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, ആരാണത്? അപ്പോഴും ഇബ്ലീസ് മാറി. മൂന്നാം തവണയും ഫറോവൻ സുഖനിദ്രയിലോട്ട് പ്രവേശിച്ചപ്പോൾ മൂപ്പരാക്ക മുട്ടാൻ തുടങ്ങി. ഉടനെ ഫറോവ എഴുന്നേറ്റ് ചോദിക്കും, ആരാണത്?
അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, പ്രഭു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ദൈവമാണെന്ന് വാദിക്കണ്ട. ദൈവമായിരുന്നെങ്കിൽ പിന്നെ ആരാണതെന്ന് ചോദിക്കേണ്ടിയിരുന്നോ? ചോദിക്കാതെ തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാനാണ് ദൈവം എന്ന വാദത്തെ ആദ്യം ഗണ്ണിച്ചത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സാഷ്ടാംഗം ചെയ്യണമെന്ന് ഫറോവ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമായി ഫറോവയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം ചെയ്തതും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അത് കണ്ടപ്പോൾ കോപ്റ്റിക് വംശജരൊക്കെയും ഫറോവയുടെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തു. പക്ഷേ ബനി ഇസ്രായേലുകാര് ചെയ്തില്ല. എന്താ കാര്യം? ബനി ഇസ്രായേലുകാരെന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ്. അവര് ഏകദൈവ വിശ്വാസികളാണ്, പ്രവാചക കുടുംബങ്ങളാണ്. അതുകൊണ്ട് അവരത് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ വാദത്തെ എതിർത്ത കാരണത്താൽ അഹങ്കാരിയാകുന്ന ഫറോവ ബനി ഇസ്രായേലുകാരെ വെള്ളം കോരികളായി, വർഗ വെട്ടികളായി തരം താഴ്ത്തുകയും ശക്തിയായ മർദ്ദനങ്ങളും പീഡനങ്ങളും തുടരെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബനി ഇസ്രായേലുകാരികൾക്ക് ഈ മർദ്ദനവും പീഡനവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് രാജാതിരാജനായ റബ്ബിനോടൊരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? ആലിമുൽ ഗൈബായ റബ്ബുൽ ആലമീന യാ റഹീമേ, അഖിലവും സൃഷ്ടിച്ച ശേഷം പോറ്റി വളർത്തിയിടും കരീമേ, ആഗതമായുള്ള ദുഃഖങ്ങൾ അറിയുന്ന പുരാനേ, ആരുമേ സഹായത്തിനായി ഇല്ല തീരെ തമ്പുരാനേ. ദുരിതത്തിൻ ഭാരം ചുമന്നു ഞങ്ങൾ, ദുരിതം നിറഞ്ഞു കുഴഞ്ഞു ഞങ്ങൾ, ദുരിതത്തിൽ രക്ഷ നീ തന്നിടേണേ, ദുരിതങ്ങൾ കുല്ലുമകറ്റിയിടേണേ, കാതന കഥകൾ കുല്ലും അകറ്റിയിടേണേ, ദുആക്ക് നീ ഇജാബത്ത് നൽകിയിടേണേ. ആലിമുൽ ഗൈബായ റബ്ബുൽ ആലമീന യാ റഹീമേ, അഖിലവും സൃഷ്ടിച്ച ശേഷം പോറ്റി വളർത്തിയിടും കരീമേ, ആഗതമായുള്ള ദുഃഖങ്ങൾ അറിയുന്ന പുരാനേ, ആരുമേ സഹായത്തിനായി ഇല്ല തീരെ തമ്പുരാനേ. ബനി ഇസ്രായേലുകാർ ഒരുമിച്ച് കൂടിക്കൊണ്ടൊരു പ്രാർത്ഥനയാണ്. അള്ളാഹിന്റെ ഹബീബായ പ്രവാചകൻ നമ്മളോടും പറഞ്ഞു, സത്യവിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ് എന്ന്. സമാനമായൊരു സംഭവമാണ് അവിടെ കാണുന്നത്. ബനി ഇസ്രായേലുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ ഏകനാണെന്ന് വിശ്വസിച്ച കാരണത്താൽ, ഫറോവ നിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ച കാരണത്താൽ, അഹങ്കാരിയായ ഫറോവയാൽ ഞങ്ങൾ മർദ്ദിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്. മർദ്ദനവും പീഡനവും ഞങ്ങൾക്ക് അസഹ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഫറോവയ്ക്കൊരു കരുണ നീ ഞങ്ങളോട് തോന്നിപ്പിക്കണേ എന്ന്. ആ പ്രാർത്ഥന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചു. വളരെ പെട്ടെന്ന് ഫറോവ ചക്രവർത്തിക്ക് ഒരു മാനസികമായ പരിവർത്തനം. ഫറോവ ചക്രവർത്തി എന്ത് കാണിച്ചു? തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്ന ഹാമാനെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഹാമാൻ, ഞാൻ ദൈവമാണെന്ന് ബനി ഇസ്രായേലുകാരല്ലാത്തവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, എല്ലാ മണ്ടന്മാരും. ബനി ഇസ്രായേലുകാർ മാത്രം സ്വല്പം ഗുണമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് അവർ മാത്രം ഞാൻ ദൈവമാണെന്ന് അംഗീകരിക്കുന്നില്ല. അവരെ കീഴ്പ്പെടുത്താൻ പല ശിക്ഷാമുറകളും നടത്തി, പക്ഷെ നമുക്ക് കീഴ്പ്പെടുന്നില്ല. അപ്പൊ അവരെ കീഴ്പ്പെടുത്താൻ എന്ത് മാർഗമുണ്ടോന്ന് പറയാവോ? അമ്മ പറഞ്ഞു, പ്രഭു ഞാൻ എന്നെ നല്ലൊരു ഐഡിയ പറയാം. എന്താ അത്? അതായത് നമ്മുടെ മന്ത്രിസഭയിൽ ബനി ഇസ്രായേലുകാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ബനി ഇസ്രായേലുകാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രഭുവിനെ വിളിച്ച് നിങ്ങളൊരു മന്ത്രിസ്ഥാനം അങ്ങ് കൊടുത്തേ, ആ തറവാട് മുഴുവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന്. മനുഷ്യനെ മഴക്കാൻ ഒന്നിരിക്കൽ മണി അല്ലെങ്കിൽ പവർ, ഈ രണ്ട് കാര്യം മതി കേട്ടോ. അതിനു വേണ്ടി എല്ലാ തമ്മാടിത്തരം ചെയ്യും. ഫറോവയ്ക്ക് തോന്നിയ ഐഡിയ ഇസ് ഗുഡ്, ഇത് നല്ല ഐഡിയ. ഉടനെ ഫറോവ ബനി ഇസ്രായേലുകാരുടെ നേതാവാകുന്ന
ഇമ്രാൻ എന്നവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ഇമ്രാൻ, നിങ്ങൾ ബനി ഇസ്രായേലുകാരുടെ തലവനാണ്. പക്ഷേ ഞാൻ നിങ്ങളെ എൻ്റെ ഒരു സഹമന്ത്രിയാക്കിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയാകാൻ പറ്റുമോ? പിണറായി എങ്ങാനോ ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ സത്താർ ചാടി വീണനെ അല്ലേ? മന്ത്രിയാവാൻ അയാൾ റെഡി, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് 14 അംഗ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി ഇമ്രാൻ എന്നിവർ ചുമതലയേറ്റു. അങ്ങനെ ഒരു ദിവസം ഫറോവ ചക്രവർത്തി എന്തോ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. ആ ഇരിക്കുന്ന രംഗം ഇമ്രാൻ കാണാനിടയായി. അപ്പൊ ഇമ്രാൻ ചോദിച്ചു, പ്രഭു അങ്ങേക്ക് എന്താ ഒരു ടെൻഷൻ? എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ, അത് എന്നോടൊന്ന് പറയാവോ എന്ന് പറഞ്ഞതായ സമയത്ത് ഫറോവ ചക്രവർത്തിയുടെ മറുപടി, ഇപ്പോൾ നീല കൊണ്ട വരവിൽ പിന്നെ ഇമ്രാൻ അവനിലും ഊരത്തിടുന്നേ തപ്പാതുടൻ കോനെ ക്ഷണത്തിൽ തന്നെ നാങ്കൾ നടത്തണം വിവാഹമൊന്നേ എന്നേ ഊര പോലെ എന്നെ ഉറച്ചേ ഉരക്ക് സ്ത്രീയെ തൻ മനം ഉറച്ചേ മന്നോൻ മൊഴി ഇമ്രാനൂര തീടുന്നേ മുഖമെൻ കുടുംബത്തിൽ മസാഹിമെന്നേ ചൊന്നോർ കാതി സുന്ദരി ഒരു ബിന്ദുണ്ടേ ചുങ്കി അവളാരും കോതിക്കും എണ്ടേ. ഫറോവ പറഞ്ഞു, ഇമ്രാൻ സംഭവം ശരിയാ, എനിക്കൊരു പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് നിനക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേസല്ല. അല്ല എന്നാലും ഒരു എന്നാലും ഇല്ല, പറഞ്ഞിട്ടൊരു കാര്യമല്ല. അല്ല പറ. അന്നേരം പറഞ്ഞു, ഞാനൊരു കല്യാണം കഴിച്ചയാളാണ്. എൻ്റെ ദാമ്പത്തികമായ ജീവിതത്തിൽ 7 പെൺപിള്ളേരുണ്ടായിട്ടുണ്ട്, ഒരൊറ്റ ആൺകുട്ടി പോലും ഇല്ല. ഇതാണ് എൻ്റെ വിഷയം. വാസ്തവത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പ്രതിജ്ഞ ഉണ്ടാവും. അതെന്താ? കല്യാണം കഴിച്ചിട്ട് ഒരു 2-3 വർഷം വരെ കുട്ടികളൊന്നും വേണ്ട അല്ലേ സത്താറ്? മൂപ്പര് നല്ല കുട്ടിയാ, മുസാഫിലെ നടുവിലെ കണ്ട അല്ലേ? സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്ത്? ഒരു 2-3 വർഷം കുട്ടികളൊന്നും വേണ്ട. പക്ഷെ 1 വർഷം നമുക്ക് കുട്ടി ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷമായിരിക്കും. മൊയ്ലേര് വന്ന് അവരെ കൊണ്ട് ദ്വയർപ്പിക്കും, യാർത്തങ്ങ പോകും, തങ്ങന്മാരത്ത് പോകും, വലിയാക്കന്മാരത്ത് പോകും, ഒന്ന് ദ്വയർപ്പിക്കുക ഒരു കുഞ്ഞിനുണ്ടാവാൻ അല്ലേ? അങ്ങനെ ദ്വയ ചെയ്തുണ്ടാകുന്ന കുട്ടി നമ്മുടെയൊക്കെ ആഗ്രഹം എന്തായിരിക്കും? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആദ്യത്തെ കുട്ടി ആണായിരിക്കണം എന്നായിരിക്കണം. പക്ഷെ ആണുങ്ങളാകുന്ന നമ്മളങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അത് നമ്മളുടെ വർഗബോധം കൊണ്ടാണെന്ന് വെക്കാം. എന്നാ ഈ പെണ്ണുങ്ങളും അങ്ങനെയാണല്ലോ. ഇപ്പോ അവൻ അവൾ എന്ന് പറയാൻ പാടില്ല എന്നാണ്, ആണ് പെണ്ണ് എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോഴത്തെ കണ്ടുപിടുത്തതാണ് കേരളത്തിന്റെ. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, ഒരു സ്ത്രീ പ്രസവിച്ചു, അപ്പൊ എന്ത് കുട്ടിയാന്ന് എങ്ങനെ ചോദിക്ക? നമ്മുടെ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞു തരണ്ടേ? ഒരു സ്ത്രീ പ്രസവിച്ചു, അവളെന്നും പറയാൻ പാടില്ല, അവനെന്നും പറയാൻ പാടില്ല, ആണെന്നും പറയാൻ പാടില്ല, പെണ്ണെന്നും പറയാനില്ല. അപ്പൊ പിന്നെ എന്താ ചോദിക്ക? കുട്ടി എന്താന്ന് എങ്ങനെ ചോദിക്ക? എന്താ തലച്ചോറ സാധനം തീരല്ലേ? പിന്നെ എന്താ കാണിക്ക? ആണും പറയാൻ പാടില്ല, പെണ്ണും പറയാൻ പാടില്ല, അവനും പറയാൻ പാടില്ല, അവളും പറയാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പക്ഷെ പെണ്ണുങ്ങൾക്ക് വരെ അവരുടെ കുട്ടി ആണായിരിക്കണം എന്നായിരിക്കും മോഹം. അപ്പൊ ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാണ്, ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന്. എന്നാ ഇവിടെയുള്ള പെങ്ങന്മാരിനോട് എന്താ ചോദിക്കുക? ദാരിമി, കുട്ടി പെണ്ണോ ആണോ എന്ന് ചോദിക്കോ? ചോദിക്കൂല, തിരിച്ചാ ചോദിക്ക, ആണോ പെണ്ണോ എന്നാ ചോദിക്ക. എന്താ കാര്യം? പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് മോഹം ആൺകുട്ടികളോടാണ്. ആണുങ്ങളാകുന്ന നമുക്ക് മോഹം തന്നെയാണല്ലോ, ആൺകുട്ടികളോടായിരിക്കുമല്ലോ അല്ലേ? ഇത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. ഫറോവയ്ക്ക് ഈ ടെൻഷൻ വല്ലാതെ ഉണ്ടായി, ആൺകുട്ടികളൊന്നുമില്ലല്ലോ. അപ്പൊ ഇമ്രാൻ പറഞ്ഞു, പ്രഭു ആൺകുട്ടികളില്ലല്ലേ, എങ്കിൽ ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം.
സത്താറിന് എത്ര മക്കളാ? രണ്ടട്ടാ. ആവട്ടെ, ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം. എന്താ പരിഹാരം? നിങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഫറോ പറഞ്ഞു കല്യാണം ഒന്നേ കഴിച്ചിട്ടുണ്ട്. എന്നാലേ ഒരു സെക്കൻഡ് മാരേജ് കഴിച്ചേ, അതിൽ നിങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടാവാ മതി. ഓ വലിയ സന്തോഷമായി. 2 പെണ്ണിട്ട് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ സത്താറെ ഓൻ ഒന്നെ കെട്ടിയിട്ട് കുടുങ്ങിയതാ അല്ലേ? ആവട്ടെ, 2 പെണ്ണിട്ട് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ? പക്ഷെ 2 പെണ്ണിട്ട കാര്യം ഇതാണ് കേട്ടോ. ഇത് 2 പെണ്ണിട്ട 11 പ്രശ്നങ്ങളെ കാര്യം. 2 പെണ്ണിട്ടേലേ 11 പ്രശ്നങ്ങളായിരിക്കും. ആവട്ടെ, അതുകൊണ്ട് അപ്പണിക്കൊന്നും ആരും പോണ്ട. അപ്പൊ ഇരിക്കട്ടെ, ഫറോ ചക്രവർത്തി പറഞ്ഞു കല്യാണം കഴിക്കാൻ മോഹമുണ്ടോ ഇമ്രാൻ? പക്ഷെ എന്റെ ഈ പ്രൗഢിയോട്, എന്റെ യശസ്സിനോട് ഒക്കുന്ന ഒരു പെണ്ണിനെ എവിടെ നിന്ന് കിട്ടും? ഓ, അതിനാണോ സങ്കടം? ഞാൻ ബനി ഇസ്രായേലുകാരനാണ്. എനിക്കൊരു അനുജനുണ്ട്, മുസായിബ് എന്ന പേര്. അദ്ദേഹത്തിനൊരു മോളുണ്ട്, ആസിയ എന്നാ വിളിക്കുന്നേ. ആ ആസിയാനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. കിട്ടോ ഇബ്രാഹിം? പിന്നല്ലാതെ നിങ്ങൾക്ക് പറ്റിയ പെണ്ണല്ലേ? കേട്ടിട്ടുണ്ട്. പ്രശസ്തയായ പെണ്ണ, കേട്ടിട്ടുണ്ട്. സൗന്ദര്യത്തിൽ അതീവ ജനശ്രദ്ധ നേടിയ പെണ്ണാണ്. അത് എനിക്കറിയാം. പക്ഷെ എനിക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഉടനെ ഫറോ ചക്രവർത്തി മുസായിബിന്റെ അനുജനാകുന്ന, ഇമ്രാന്റെ അനുജനാകുന്ന മുസായിബിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞ, മുസായിം, അവിടുത്തെ മോളാകുന്ന ആസിയയെ നിങ്ങൾ എനിക്ക് കല്യാണം ചെയ്തു തരുമോ? മുസായിബ് ഇങ്ങനെ ചിന്തിച്ചേ, കല്യാണം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഫറോവയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ എന്റെ മോൾക്ക് അത് കണ്ണീരായിരിക്കും. ചെയ്തു കൊടുക്കില്ലെന്ന് പറഞ്ഞാലോ ഇതിക്കാരി എന്നെ കൊന്നുകളയും ചെയ്യും. അപ്പൊ പ്രാണരക്ഷയ്ക്ക് വേണ്ടി തൽക്കാലം റെഡി എന്ന് പറയാം എന്നുള്ള നിലക്ക് മുസായിബ് പറഞ്ഞു, പ്രഭു ഞാൻ തയ്യാർ തന്നെയാണ്, പക്ഷെ മോളോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് മുസായിബ് എന്ത് കാണിച്ച് നേരെ വീട്ടിൽ ചെന്നുകൊണ്ട് മോളാകുന്ന ആസിയാബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ മോളെ സ്വർഗ പൂങ്കുയിലേ, നീ എൻ്റെ ഖൽബിൻ കുളിരല്ലേ, നിന്നോടുള്ള തേൻ പിരിശത്താലേ മംഗളമായി വന്നിത നിൻചാരേ. മോളെ മോളെ സ്വർഗ പൂങ്കുയിലേ, നീ എൻ്റെ ഖൽബിൻ കുളിരല്ലേ, നിന്നോടുള്ള തേൻ പിരിശത്താലേ മംഗളമായി വന്നിത നിൻചാരേ. നിന്റെ മാരൻ മിസ്റിന്റെ മാലിക്കാണ് മോളെ തന്റെ, പാർത്തിരിക്കും അനുവാദം മഹൽ കീറാമ. എന്റെ സമ്മതമില്ലവന്റെ സൗജത്തായി നിൽക്കും തന്റെ, കാത്തിരിക്കേണ്ടൊരിക്കലും മാസലാമ. മോളെ മോളെ സ്വർഗ പൂങ്കുയിലേ, നീ എൻ്റെ ഖൽബിൻ കുളിരല്ലേ, നിന്നോടുള്ള തേൻ പിരിശത്താലേ മംഗളമായി വന്നിത നിൻചാരേ. മഹദിയാകുന്ന ആസിയാബിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ ആസിയ, നീ വന്നേ. അപ്പൊ ആസിയാബി, എന്റെ ഒപ്പേ, ഞാൻ മോളോട് നല്ലൊരു സന്തോഷത്തിന്റെ കഥ പറയാൻ വേണ്ടി പോവാ. അതെന്താ? കല്യാണം കഴിക്കണ്ടേ? ആസിയാബി പറഞ്ഞു, ആ കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കണമെങ്കിലേ പൈസ നല്ലോണം വേണം. അതുകൊണ്ടാണ് ഉസ്താദ് ബക്കറ്റ് കൊണ്ട് ഓടി വന്നത് കേട്ടോ. ഭക്ഷണത്തിന് കാശ് വേണമല്ലോ, മഹർ കൊടുക്കാൻ കാശ് വേണമല്ലോ. അതുകൊണ്ട് നല്ലൊരു സംഖ്യ കൊടുത്തുകൊണ്ട് സഹായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്യാണം കഴിക്കണം. മോളെ, നിനക്കുള്ള ഭർത്താവ് ആരാന്ന് ഉപ്പ കണ്ടുവച്ചതെന്ന് അറിയാവോ? അറിയില്ല. ഉടനെ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാകുന്ന ഫറോവയാ. ഞാൻ പറയുന്നു, സൗത്ത് ദപ്പരശ്ശേരിയുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ,
+1-നും +2-നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അധികാരം നോക്കിയിട്ട് ഒരാളെ കൂടെയും പോകരുത്, സമ്പത്ത് നോക്കിയിട്ട് ഒരാളെ കൂടെയും പോകരുത്. മറിച്ച് നിങ്ങൾ നോക്കേണ്ടത് ആശയപ്പൊരുത്തമാണ്. ആശയപ്പൊരുത്തം നോക്കിയിട്ടേ കല്യാണം കഴിക്കാവൂ. ഇതാണ് മഹതിയാകുന്ന ആസിയ ബീവി ലോകത്തിന് നൽകിയ ഒന്നാമത്തെ സന്ദേശം. ആസിയ ബീവി പറഞ്ഞു, ഉപ്പേ, നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്, നമ്മളെ പ്രവാചക പാരമ്പര്യമുള്ളവരാണ്. ഫറോവ ഞാനാണ് ദൈവമെന്ന് വാദിക്കുന്ന ധിക്കാരിയാണ്. അതുകൊണ്ട് ഫറോവയുടെ വൈഫായി ലൈഫിനെ തള്ളി നീക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാനതിന് തയ്യാറല്ല ഉപ്പേ. ഈ കാലത്ത് എന്താ കാണുക? വാപ്പാന്റെ തൃപ്തി ആരെങ്കിലും നോക്കുവോ? ഉമ്മാന്റെ തൃപ്തി നോക്കുവോ? മതം നോക്കുവോ? മറിച്ച് കണ്ടവന്റെ കൂടെ ചാടിപ്പോകുന്ന സ്വഭാവല്ലേ. പക്ഷേ ആസിയ ബീവി ഉപ്പായുടെ മുന്നിൽ പറഞ്ഞു, ഉപ്പ, ഏറ്റവും വലിയത് ആശയപ്പൊരുത്തമാണ്. അതുകൊണ്ട് ഞാൻ ഫറോവയുടെ ഭാര്യയായിട്ട് നിൽക്കാൻ സാധ്യമല്ല. നോവുന്ന ഹൃദയത്തോടെ നനഞ്ഞ നയനങ്ങളോടെ മുസായിബ് പറഞ്ഞു, മോളെ, ഈ വിവരം ഞാൻ ഫറോവയ്ക്ക് കൈമാറാം. പക്ഷേ ഇനി ഉപ്പയെ നിനക്ക് ജീവനോടെ കാണാൻ കഴിഞ്ഞോളമെന്നില്ല. ഉപ്പയെ അവൻ കൊന്നു കളയാൻ മതി മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുസായിബ് വീട് വിട്ടിറങ്ങുകയാണ്. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ചിന്ത എന്തായിരിക്കും? വാപ്പ പറയണം, മോളെ, ഞാൻ പറയാം, നീ തയ്യാറല്ലെന്ന്. പക്ഷെ ഈ വാപ്പാനെ നീ കാണൂല്ലോ, കൊന്നുകളയും. ഉസായിമ നേരെ പോകുന്നു, നേരെ മഹദിയാകുന്ന ആസിയ ബീവി. പഠിച്ചവനെ, എന്റെ പിതാവിന്റെ പ്രാണൻ, എന്റെ പിതാവിന്റെ ജീവൻ, അതോർത്തുകൊണ്ട് ആസിയ ബീവി പുറകിൽ നിന്ന് വിളിച്ചു, ഉപ്പാ, അവിടെ നിന്നെ. ഈ ആസിയക്ക് മോഹമില്ല, താല്പര്യമില്ല. പക്ഷെ എന്റെ പൊന്നുപ്പാന്റെ പ്രീതിക്ക് വേണ്ടി ഞാനിതാ സമ്മതം തന്നിരിക്കുന്നു. ഓർക്കണേ, തൃപ്പരച്ചുള്ള പെങ്ങന്മാരെ, സ്വന്തം ഉപ്പായുടെ തൃപ്തി നോക്കാതെ, ഉമ്മായുടെ തൃപ്തി നോക്കാതെ കണ്ടവന്റെ കൂടെ ചാടിപ്പോകുന്ന ലോകത്താണ് ഇന്ന് നമ്മുടെ പെൺമക്കളുള്ളത്. ആസിയ ബീവി അവിടെയും പാഠം പഠിപ്പിക്കുന്നു. ഉപ്പായെ നോവിപ്പിക്കരുത്, ഉമ്മയെ നോവിപ്പിക്കരുത്. അതുകൊണ്ട് ആസിയ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപ്പാ, ഞാനിതാ സമ്മതം തന്നിരിക്കുന്നു നിങ്ങളുടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി. നേരം ഉപ്പ പോയി ഫറോവയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മോള് സമ്മതിച്ചിട്ടുണ്ട്, കല്യാണം ചെയ്യാം. പിന്നെ രാജാക്കന്മാരുടെ കല്യാണമല്ലേ? രാജാക്കന്മാരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ആകെ ഒറ്റ ദിവസം കല്യാണം ഉണ്ടായിരുന്നു, കൊറോണന്റെ മുമ്പ്. ഒറ്റ ദിവസം. അതിന് തലേസ് ഒരു മൈലാഞ്ചി കല്യാണം ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ മൈലാഞ്ചി കല്യാണം ഇല്ല, വളരെ കുറവാണ്. എന്നാൽ കൊറോണന്റെ ശേഷം ഞാൻ വിചാരിച്ച ജനങ്ങളൊക്കെ കുറച്ച് പാഠം പഠിച്ചിട്ടുണ്ടോ. അപ്പൊ കൊറോണന്റെ ശേഷം കല്യാണം 4 ദിവസമായി മാറിപ്പോ. 4 ദിവസം കല്യാണേ, ആലോചിച്ച് നോക്കൂ. ഇപ്പൊ രാജാക്കന്മാരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ 4-5 ദിവസം നീണ്ടു നിൽക്കും. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ചെലവ് ചുരുങ്ങിയ കല്യാണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിരക്കണക്കിന് ആളെ വിളിച്ചു കൂട്ടുന്ന കല്യാണമല്ല ബറക്കത്തുള്ള കല്യാണം. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയും വെജിറ്റബിൾസ് ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഇഷ്ടം പോലെ ഉണ്ടാക്കി കോരി നശിപ്പിച്ച് കളയുന്ന കല്യാണമല്ല ബറക്കത്തുള്ള കല്യാണം. കണ്ടമാനം ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് പറഞ്ഞയക്കുന്ന കല്യാണമല്ല ബറക്കത്തുള്ള കല്യാണം. MLA-മാരെയും MP-മാരെയും നാട്ടിൽപ്പെട്ട പ്രമുഖരായ തങ്ങന്മാരെയും മൊയ്ലിയാക്കന്മാരെയും ഭരണാധികാരിയെയും വിളിച്ചുകൂട്ടിയുള്ള കല്യാണമല്ല ബറക്കത്തുള്ള കല്യാണം. ബറക്കത്തുള്ള കല്യാണം ചെലവ് ചുരുങ്ങിയ കല്യാണമാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള കല്യാണമാണ്. നമ്മളൊക്കെ ഒരു കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ MLA-യും വേണം, MP-യും വേണം. അഥവാ MLA എങ്ങാനും മോളെ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ പിറ്റത്തെ വർഷം ഇലക്ഷൻ വരുമ്പോൾ ആ MLA-ക്ക് വിട്ടുകൊടുക്കുവാൻ.
ഇനി തങ്ങന്മാരാണെങ്കിൽ എത്രയോ ലോകമുള്ള തങ്ങന്മാരായിരിക്കും. അതിറ്റൊക്കെ വേറെ തന്നെ സമുദായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളെ കല്യാണത്തിന് നിങ്ങളെ കണ്ടൊരു വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. വന്നിട്ടില്ലെങ്കിലോ ആ തങ്ങൾ പാപ്പ പിന്നെ തങ്ങൾ പാപ്പയല്ല, വേറെ പലതുമായി മാറും. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലോട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. സുഖലോക സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ പ്രമുഖനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അരികിലോട്ട് കയറി വന്ന് അപ്പൊ ഷർട്ടിൽ ഒരു മഞ്ഞക്കറ കണ്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, അബ്ദുറഹ്മാൻ എന്താ നിങ്ങളുടെ ഷർട്ടിൽ ഒരു മഞ്ഞക്കറ? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാ, നബിയെ ഞാൻ ഇന്നലെ ഒരു കല്യാണം കഴിച്ചു. ഇന്നലെ അപ്പോ അത്ര പുരട്ടിയപ്പോഴുള്ള കറയാണത് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു മൂക്കത്ത റസൂല ജീവിക്കണത്. നബിയെ എന്റെ കല്യാണം ഇങ്ങോട്ട് വരിട്ടോ, നബിനെ ക്ഷണിച്ചോ? നബി പരാതി പറഞ്ഞ നമ്മളെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടില്ലെങ്കിലാ? അഥവാ പള്ളിയിലെ ഉസ്താദിനൊന്നും കല്യാണത്തിൽ വെച്ചിട്ടില്ലല്ലോ. നമ്മളില്ലാത്ത കല്യാണം ഫൈസിനെ കുറിച്ച് പറയില്ലട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങള്. കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ പോകാതെ കഴിഞ്ഞു എന്നല്ല എന്താ കൂട്ടില്ലേ. മാത്രമല്ല കല്യാണത്തിന്റെ ലക്ഷ്യം തന്നെ ഇപ്പൊ പഴച്ചിട്ടാണ്. അത് നോക്കിയിട്ട് ഞങ്ങള് പഴയ കാലഘട്ടത്തിൽ മരിച്ച വീട്, കല്യാണ വീട്, ഈ 2 കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുടുംബങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയായിരുന്നു. കല്യാണത്തിന് വന്നാല് വാപ്പ വിളിച്ചിട്ട് പറയടാ, ഇതിന്റെ പിന്നെ അമ്മായിന്റെ മകളുടെ മകന്റെ മോന, അത് നിന്റെ അമ്മാമന്റെ മോള ഇങ്ങനെ പറഞ്ഞു കുടുംബത്തെ പരിചയപ്പെടുത്തുമായിരുന്നു. നാട്ടുകാർ പരസ്പരം പരിചയപ്പെടുമായിരുന്നു. അതിനാണ് കല്യാണത്തിന്റെ വീട്, മരിച്ച വീടൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കല്യാണത്തിനൊക്കെ വിളിച്ചു വിട്ടു, എന്നിട്ട് ചോറ് കൊടുത്താണ് വിടും. ഈ ചങ്ങായിക്ക് പുതിയാപ്പിളിനെ കാണാൻ പോലും പഴയ കാലത്ത് പുതിയാപ്പിളാര് വന്നിട്ട് പുതിയാപ്പിൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ വേറെയുള്ളവർക്ക് കൊടുക്കൂ. എന്തിനാണിത്? ഇത് ഈ നാട്ടിലേക്ക് പുതിയ മാപ്പിളയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് കാരണം ഒന്ന് പരിചയപ്പെടണം, അതിനാ വിളിക്കണത്. അല്ല ചോറ് നോടാനല്ല. ആർക്കാപ്പ ഈ കാലത്ത് ഒരു ബിരിയാണിക്ക് കാശില്ലാത്തവര് അല്ലേ? ഒരു കല്യാണ മണ്ഡപത്തിൽ ക്ഷണിച്ചു വരുത്തി ഒരു ബിരിയാണിക്ക് എടുത്താൽ എന്തിനാ അതിന്റെ ആവശ്യം? ഇത് ആ പുതിയാപ്പിളിനെ കാണാനും പരിചയപ്പെടാനാണ്. അപ്പൊ വന്നവർക്ക് ചോറ് കൊടുത്ത് ഇവരുടെ കല്യാണം ഇനി നമ്മുടെ നാട്ടിൽ വേണ്ട. നിങ്ങൾ നിർത്തുവാ പരിപാടി? നിങ്ങൾ നിർത്തുവാ? ചിലവർക്കൊക്കെ പേടിയുണ്ടില്ലേ? വരുമ്പലക്കണം ചോറ് കൊടുത്ത് വിടുന്ന കല്യാണം ഇനി വേണ്ട. പിന്നെ എന്ത് ചെയ്യാ? പുതിയാപ്പിളൊക്കെ വന്നിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ ഭക്ഷണം കൊടുക്കുക. അങ്ങനത്തെ കല്യാണം നല്ല കല്യാണം. അപ്പൊ കുടുംബങ്ങളെയും കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒരു വേദി ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഹബീബായ നബിക്ക് ഒരു പരാതി ഉണ്ടായില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? അള്ളാന്റെ റസൂൽ അനസ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ, അനസേ ഇന്ന ആളുകളെ ഒന്ന് ക്ഷണിച്ചു കൊണ്ടുവന്നേ. അവരൊക്കെ വീട്ടിൽ വന്നു. എന്തിനാണെന്ന് പറഞ്ഞില്ല. വന്നവർക്കൊക്കെ അവിടെ നിന്ന് വന്നവരെ സീറ്റ് കൊടുത്തിരുത്തിയിട്ട് റസൂലുള്ള പറയുകയാണ്, എന്റെ മകളാകുന്ന ഫാത്തിമാനെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ ഞാൻ ക്ഷണിച്ചു വരുത്തിയത്. നിക്കാഹ് കഴിഞ്ഞ എന്നിട്ട് ഈത്തപ്പഴം കൊടുത്ത്, അതാ കല്യാണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ചെലവ് ചുരുങ്ങിയ കല്യാണമാണ് ഏറ്റവും നല്ല കല്യാണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളോ ഇല്ലാത്ത കാശൊക്കെ കടം മേടിച്ചിട്ട് പല ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മകൾക്ക് ഇങ്ങോട്ട് ദുരാഭിമാനത്തിന്റെ ഭാഗമായിട്ട് 1.5 കല്യാണ പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പാപ്പാക്ക് സുഖമില്ല, എന്താ മാനസിക രോഗ, മോളെ കല്യാണം കഴിച്ച കടവും. എന്തിനാ ഈ രോഗികളാകാൻ പോണത്? എന്താ അങ്ങക്ക് ആ 4 പുതിയാപ്പിളായ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഓലെ വിളിച്ചിട്ട് 4 ആൾക്കാരെ വിളിച്ച് നിക്കാഹ് ചെയ്തെടുത്താണ് വരാൻ പോണ? എന്തിനാ? വെറുതെ ചെലവുണ്ടാക്കണ കാര്യം എന്തിനാ? വെറുതെ രോഗികളാകേണ്ട കാര്യം എന്തിനാ? അല്ലാഹു തആല നമുക്ക് തന്നതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് ദുരാഭിമാനമൊക്കെ ഒഴിവാക്കുക സഹോദരങ്ങളെ. എന്നിട്ട് മാന്യമായി ജീവിക്കാൻ അല്ലാഹു തആല അവസരം നൽകുമാറാവട്ടെ. ഇവിടെ ഫറോവ ചക്രവർത്തിയുടെ കല്യാണം എന്ന് പറഞ്ഞ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. അങ്ങനെ വന്നവർക്കൊക്കെ ആഡംബര ഡ്രസ്സുകളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തുള്ള വിപുലമായ കല്യാണം.
4-ാമത്തെ ദിവസം മഹദിയാകുന്ന ആസിയാ ബീവിയെ അണിയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏതാനും ദാസികളാകുന്ന പെണ്ണുങ്ങളെ പറഞ്ഞയച്ചു. ആ ദാസികളാകുന്ന പെണ്ണുങ്ങൾ മഹദിയാകുന്ന ആസിയാ ബീവിയെ കുളിപ്പിച്ച് ഡ്രസ് അണിയിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതേ കല്യാണ പന്തൽ കൊണ്ടുവന്നിരുത്തി. കല്യാണ പന്തൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കൊണ്ടുപോവാൻ എഴുന്നേറ്റപ്പോ മഹദിയാകുന്ന ആസിയാ ബീവി കരയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ തൃപ്പനിച്ച പെണ്ണുങ്ങൾ വിചാരിക്കും, സൗത്ത് തൃപ്പനിച്ച പെണ്ണുങ്ങൾ ധാരിമി പുതിയണ്ട് കുഴപ്പമോ ആസിയാ ബീവി മാത്രമല്ല കരയാറ്, ഞങ്ങളും കരയാറുണ്ട്. ശരിയാട്ടോ, പക്ഷെ നിങ്ങളുടെ കരച്ചിൽ ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിലാ. ആസിയാ ബീവിയുടെ കരച്ചിൽ ഒറിജിനാലിറ്റി കരച്ചിലാ. അതെന്താ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവോ? പിന്നെ ഏത് പെണ്ണാണെങ്കിലും എന്നെ കല്യാണം കഴിക്കണ്ട, ഞാൻ മരണം വരെ ഉപ്പായുടെ ഉമ്മയുടെ അടുക്കൽ ഇങ്ങനെ ജീവിച്ചാൽ മതി, ഉണ്ടാവില്ല. അതാ പ്രായപൂർത്തിയായാലും എനിക്കൊരു പുയ്യാപ്പള വേണം, അങ്ങനത്തെ വേണം, ഇങ്ങനത്തെ വേണം എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടാവും. അങ്ങനെ ഞായറാഴ്ച 12 മണിക്കാണ് പുതിയണ്ണ് പുറപ്പെടണമെന്ന് വെക്കാം. എന്നാൽ 11:55 വരെ പെണ്ണിന് വെള്ളം കൊടുക്കാൻ ആരെങ്കിലും വേണോ? വേണ്ട. തലയിൽ തട്ടോട്ട് കൊടുക്കാൻ ആരെങ്കിലും വേണോ? വേണ്ട. ആരും വേണ്ട, തനിയെ ചെയ്തേക്കും. 11:55 ആയാലോ പിന്നെ 33 തലയിൽ തട്ടോട്ട് അവിടെ നിൽക്കൂല്ല, ഭക്ഷണം കഴിച്ചങ്ങ് പോകൂല്ല. പ്രത്യേകിച്ച് പുതുമാരിയായി കല്യാണ പന്തൽ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് പഴയ കാലത്ത് നല്ല പാട്ട് പാടൂല്ലേ, അഴകൊത്ത പെണ്ണിൻ്റെ കല്യാണം നമ്മൾ കൈകൊട്ടി പാടണം നല്ലോടും അല്ലേ? അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ആ കൊണ്ടുപോകാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചാൽ ഏത് പെണ്ണും എന്താ ചെയ്യാ? ഏത് പെണ്ണും ആ സാരിൻ്റെ വലിക്കും, എന്നിട്ട് മുഖത്ത് വെച്ചിട്ട് ഒറ്റ വരതല വരുത്തി കഴിഞ്ഞാൽ ഉപ്പ ഞാൻ പോവാ. കണ്ടാത്തൊന്നും അറിവിനാണോ കൊണ്ടുപോകണം? ഇതോളെ ഹൃദയത്തിലുള്ള എന്താ? പുതിയാപ്പളെ വീട്ടിൽ കണ്ട് എത്തിക്കിട്ടിയാൽ മതി. എങ്ങനെ ചുരുക്കണ്ട, ഞാൻ കാര്യം പറയണത് കേട്ടോ. ആ സുഖാണുങ്ങളാകും നിങ്ങൾക്കുള്ളേ. ഇപ്പൊ പുതിയാപ്പള പുറപ്പെട്ടിട്ട് പുതിയണ്ണിന്റെ വീടിന്റെ ഗേറ്റിൽ എത്തുന്നവരോ ഒരു കുഴപ്പമുണ്ടാവില്ല. വീടിന്റെ ഗേറ്റുകൾ കണ്ട് എത്തിയാലോ ഏത് പുതിയാപ്പളുടെ തലയ്ക്ക് ഒരു ടവലാണ് കയറും. ആ ടവല് കയറിയോ പിന്നെ പുതിയാപ്പിളാരെങ്കിലും നോക്കിയിട്ടുണ്ടോ? കഴുത്തൊടിഞ്ഞോളൂ വരാ. ഇങ്ങനെയായിരിക്കും. അതിന്റെ പുതിയാപ്പിളാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കേട്ടോ. എന്റെയൊക്കെ നാട്ടിലൊരു സംസ്കാരമുണ്ട്. ഒരു കല്യാണ വീട്ടിലോട്ട് പുതിയാപ്പിള കയറി വരികയെന്ന് വെക്കാം. എന്നാ കണ്ട പെണ്ണുങ്ങൾ കാണാത്ത പെണ്ണുങ്ങളോട് പറയും, എല്ലാരും അതിന്റെ മുഖത്താണ്. ആരെങ്ങളോട് അതിനെ നോക്കാൻ പറഞ്ഞു? അതൊരാൾക്ക് തീരുമാനിച്ചു പോയ കേസല്ലേ, ഇതിനെ നോക്കാവോ? പറ്റൂല. പക്ഷെ എന്നാലും അത് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു 5 വർഷം മുമ്പത്തെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടാ. ഇന്നിപ്പോ പെണ്ണുങ്ങൾക്ക് ഒരു കരച്ചിലും ഇല്ല, ഒരു പിടിച്ചിലും ഇല്ല. പെണ്ണ് കാണാൻ വേണ്ടി വന്ന പുതിയാപ്പയുടെ വീട് ഏതാന്ന് പെണ്ണിന്റെ വാപ്പാക്ക് അറിയില്ല, അമ്മാക്ക് അറിയില്ല, അമ്മാവനറിയില്ല. പക്ഷെ മൂപ്പത്തിരിക്ക് അറിയില്ല. മൂപ്പത്തിരിക്ക് മുമ്പ് എത്രയോ തവണ പോയിട്ടുണ്ടോ? പുതിയാപ്പയുടെ വീട് പെണ്ണും കണ്ടിട്ടുണ്ടാവും. എന്താ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരുന്നു ഞാനേ, ഫ്രണ്ട്സിന്റെ കൂടെ. അതിനൊക്കെ ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ വഷളാക്കിയ ഒരു സാധനം, ഈ ഒരൊറ്റ സാധനം. ഈ കുടുംബ ജീവിതം നന്നാവണമെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ അറിയോ? നിങ്ങളൊക്കെ വീട്ടിൽ ഫോൺ ഉണ്ടാവും. അതിപ്പോൾ വേണ്ടാന്നൊന്നും പറയാൻ വയ്യ. ഞങ്ങൾ ആദ്യം കുടിക്കണം. ആദ്യം ഫോണിനെ നഖശികാന്തം ഞാനടക്കമുള്ള മൊയിലന്മാരെ എതിർത്ത്. അപ്പോഴാ കൊറോണ അള്ളാഹുത്തല കൊണ്ടുവന്നിട്ടത്. ആ കൊറോണയിൽ കൂടെ കൊറോണ കൊണ്ടുവന്നിട്ട് അതാണ് ഈ സാധനം. പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യല്ലോ. അപ്പൊ ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം എന്നറിയങ്ങള്? സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് ഈ ചാറ്റിങ് ചീറ്റിംഗ് ഒക്കെ പോണെങ്കിൽ 10 മണി വീട്ടിലൊരു നിയമം വെക്കുക. ടേബിളിന്റെ പുറത്ത് ചെറിയൊരു വട്ടി വെക്കുക, ഒരു വട്ടി. എന്നിട്ട് പുതിയ ആപ്പിളയും പുതിയണ്ണും ഉമ്മയും വാപ്പിയും മോളും മകനും 9:30 മണിയായ ഈ ഫോൺ ഈ ബോക്സിലിടുക. പിന്നെ ആരും ഓമ തൊടരുത്. എന്നിട്ട് പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളി. അല്ലാതെ കണ്ട് നിങ്ങൾ ഈ പെൺകുട്ടികളുടെ കയ്യിലും ആൺകുട്ടികളുടെ കയ്യിലും ഫോണ് കൊടുത്താൽ ഇവരൊറ്റക്കൊറ്റക്ക റൂമില് ഇതിലൂടെ എല്ലാ തമ്മാടിത്തരം നടക്കും. പിന്നെ എൻ്റെ മോള് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമേ നിങ്ങളൊരു നിയമം കൊണ്ടുവരാം. മൊബൈൽ ഫോണ് 9 മണിയായാൽ വാപ്പയും ഉമ്മയും എല്ലാവരും ആ ടേബിളിലുള്ള ബോക്സിൽ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങളതിന് തയ്യാറാണോ? എന്ത് തയ്യാറല്ലേ? കാരണം നിങ്ങൾക്ക് തന്നെ പേടിയാ. വാപ്പാർക്ക് തന്നെ യോഗ്യതല്ലേ? വാപ്പാര് വീട്ടിൽ കയറുമ്പോ തന്നെ മൊബൈൽ ലോക്കാക്കിയിട്ടാ കയറാം. വാപ്പാന്റെ മൊബൈൽ കുട്ടിയെ കാണാറ്റൂല.
പുതിയാപ്പയുടെ മൊബൈൽ പുതിയണ്ണിൻ്റെ പേര് നിങ്ങളെ ഞാൻ ഇവിടെ താമസിക്കുന്ന ആളെ ഈ MIസിൻ്റെ ഇവിടെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ വരും. നിങ്ങൾക്കറിയോ ഈ ഫോണിൻ്റെ ഒറ്റ തെറ്റിദ്ധാരണ കാരണം എത്ര ഡിവൈസാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളെ ഈ മലപ്പുറം ജില്ലയിലല്ല, ഈ മോങ്ങത്തൊക്കെ ഏതാ പഞ്ചായത്ത്? ഏതാ പഞ്ചായത്ത്? മൊറയൂർ പഞ്ചായത്ത്, പുൽപ്പറ്റ. ഈ പുൽപ്പറ്റ പഞ്ചായത്തിൽ തന്നെ എനിക്കറിയാം കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഉള്ളിൽ മൊബൈലിൻ്റെ കേസും പറഞ്ഞിട്ട് 3 കേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ? പുതിയാപ്പിളക്ക് സംഭവം തെറ്റിദ്ധാരണ ഇരിക്കും, വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അയാളെ കാണാൻ പെട്ടെന്ന് ഫോണാണ്ട് ഓഫാക്കണം. പിന്നെ ആ ഫോണ് തുറക്കാൻ സമ്മതിക്കൂല, ലോക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ മൂപ്പത്തിരിക്ക് സംശയം, ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതം നശിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മഹദിയാകുന്ന ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പുതിയാപ്പളുടെ വീട് അവർക്കും അറിയാം, പുതിയണ്ണിന്റെ വീടും അറിയാം. പുതിയാപ്പളുടെ മാക്കുപ്പാക്കും പുതിയണ്ണിന്റെ മാക്കുപ്പാക്കും അറിയില്ലാതെ ഉള്ളൂ. എന്നാൽ മഹദിയാകുന്ന ആസിയ ബീവി കൊണ്ടുപോകേണ്ട സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് കരയുകയാണ്. കരയുമ്പോൾ ആസിയ ബീവിക്ക് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവിടെയും പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥനയെന്നോ? പടച്ചവനെ, ഞാനും ഫറോവയുടെ കൊട്ടാരത്തിലെത്തിയാൽ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിനുള്ള അവസരം ഞങ്ങളുടെ ഇടയിൽ തരല്ലേ അല്ലാ. ഒറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയാണ്. ആസിയ ബീവി ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയിട്ട് ഇതേ ഫറോവ അന്ന് മണിയറയിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പൊ ആസിയ ബീവി ഒരു ഭാഗത്തിരിക്കുക, നേരെ ഫറോവ കയറി ചെന്നിട്ട് ആസിയ ബീവിയുടെ സൗന്ദര്യവതിയായ പെണ്ണല്ലേ, ആസിയ ബീവിയുടെ അരികിലോട്ട് കയറി ചെന്ന് അടുത്ത് ചെന്നിട്ട് ആസിയ എന്ന് വിളിച്ചപ്പോ ഫറോവയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾക്കൊരു തളർച്ച. അപ്പൊ ഫറോവ തിരിച്ചു പോകും. പിന്നെ ഒഴിഞ്ഞു വന്നിട്ട് ആസിയ ബീവിനെ നോക്കും. അപ്പൊ ഒന്ന് തൊട്ട് നോക്കാലോ എന്ന് വിചാരിച്ച് ചെന്നിട്ട് പെണ്ണെ ആസിയ, അപ്പോഴേക്കിന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾക്ക് തളർച്ച, തിരിച്ചു പോയി. ഇങ്ങനെ ഒരു ദിവസം 2-3 തവണ ആസിയ ബീവിയുടെ അടുക്കലേക്ക് ഫറോവ ചെല്ലും. ചില ഭാഗങ്ങൾക്ക് തളർച്ച പറ്റും, തിരിച്ചു പോരും. അപ്പൊ ആസിയ ബീവിയുടെ ഹൃദയത്തിൽ എന്താ അറിയോ? അങ്ങനെ തന്നെ ഇത് പുറത്തോട്ട് പറയാൻ വയ്യല്ലോ. നാളുകൾ കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ലാന്ന് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നല്ലേ, നിങ്ങൾ എൻ്റെ അടുത്ത് എന്നിട്ട് തന്നെ പോണത് എന്താ കുഴപ്പം? അപ്പൊ പറഞ്ഞു, പെണ്ണേ എനിക്ക് ചെറിയൊരു വിഷയമുണ്ട്. എന്താ? ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞു ഫറോവ ചക്രവർത്തി അതിനിങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഒരു ദിനമിൽ ദമ്പതികൾ ഒരു ഇടമിരിപ്പുണ്ടേ, കഥ പറയാൻ ഇരുപേരും ഒരുങ്ങിടുന്ന മട്ടുണ്ടേ. ഒരു ശബ്ദം അന്നേരം കർണത്തിൽ അലപ്പുണ്ടേ, കരയിക്കും വാർത്തകൾ അതിനകമിൽ കിടപ്പുണ്ടേ. ഹലാക്കണയും നിനക്കതിനാലേ, അനർത്ഥം പെരുകും അവനാലേ. അണികളിൽ പെടും നിൻ ചതിയാലേ, അടുത്തിടും വേഗമിൽ ഈ ഹാലേ. അവർ ഇസ്രായേൽ സ്വബിയാണേ, അവർ ഇലാഹി നിധിയാണേ, അവർ കാരുണ്യക്കടലാണേ, ഗൗരവസ്വരമാണേ. ഒരു ദിനമിൽ ദമ്പതികൾ ഒരു ഇടമിൽ ഇരിപ്പുണ്ടേ, കഥ പറയാൻ ഇരുപേരും ഒരുങ്ങിടുന്ന മട്ടുണ്ടേ. ഒരു ശബ്ദം അന്നേരം കർണത്തിൽ അലപ്പുണ്ടേ, കരയിക്കും വാർത്തകൾ അതിനകമിൽ കിടപ്പുണ്ടേ. ആസിയ ബീവിയും ഫറോവ ചക്രവർത്തി ഒരു ഭാഗത്തിരിക്കുക, ഇരുന്നു കൊണ്ട് ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നു. ഈ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ സംസാരിക്കുക എന്നുള്ളത് കുടുംബ ജീവിതത്തിന്റെ ഭദ്രതക്ക് നല്ലതാണ്. നല്ലത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണമല്ലോ. 4 കാര്യങ്ങൾ ഭർത്താക്കന്മാരാകുന്ന നമ്മൾ ഭാര്യമാർക്ക് ചെയ്തു കൊടുത്താലേ
ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സ്നേഹം ഉണ്ടാവത്തുള്ളൂ. ഏതൊക്കെയാ 4 കാര്യം പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു? 1, 2 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അവിടെ തന്നെ ഞാനും നിങ്ങളൊക്കെ പൊട്ടും. ഇപ്പൊ ഈ സദസ്സിലുള്ളവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, ഭാര്യമാരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വല്ല ഭർത്താക്കന്മാരും സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈവക്കിയേ. ഒരൊറ്റൊന്നില്ല. അല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ്. വാസ്തവത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് എന്നല്ല, ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലാണ് ബറക്കത്തെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവിടെ ഒരുപാട് ഷെയറിങ്, പ്രധാനപ്പെട്ട ഒന്ന് കെയറിങ്, മറ്റൊന്ന് ഷെയറിങ്. ഇത് രണ്ടും അവിടെ നടക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നേട്ടതാണ്. ഒന്ന് ഷെയറിങ്, മറ്റൊന്ന് കെയറിങ്. എന്താ ഷെയറിങ്? പുതിയാപ്പിളക്ക് പുതിയൻ്റെ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുക, ഭാര്യക്ക് ഭർത്താവ് കുറച്ച് ഭക്ഷണം കൊടുക്കുക, ഭർത്താവ് ഭാര്യക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുക. അതാണ് ഷെയറിങ്. ഉപ്പ മക്കൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുക, മക്കൾ ഉപ്പയ്ക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുക. അതാണ് ഷെയറിങ്. അത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുള്ളല്ലോ. മറ്റൊന്ന് കെയറിങ്. അതെന്താ? ഭാര്യനോടങ്ങ് പറയടി, ഇപ്പം എന്താന്നാവോ കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണമുണ്ട്, എനക്ക് കുറച്ച് നന്നായി എന്ന് പറഞ്ഞ് എന്തോ ഇഷ്ടമായിരിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേ അല്ലേ പറ്റുള്ളൂ. ഭാര്യമാരെപ്പോഴും പൊക്കി പറയണം, തെറ്റായി പറഞ്ഞാൽ കുഴപ്പമാണ്. അഥവാ ചായയിലെങ്ങാനും സ്വല്പം പഞ്ചസാര ഏറി ഞങ്ങളെ ഇത് പഞ്ചസാര ഏറിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ ചൂടാകരുത്. മറിച്ച് നല്ല ചായ എന്ന് പറഞ്ഞാൽ കാണി പിറ്റേ ദിവസം നന്നായി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നേരും. ഞാനെൻ്റെ ഒരു ധൃതി പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഒന്ന് തേക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ ഏറ്റവും നല്ല പുതിയ ഷർട്ടാട്ടാ. എൻ്റെ ഭാര്യ തേച്ചപ്പണ്ട് സ്ഥിരപ്പെട്ട് ചൂടായിട്ടേ അത് ഉരുകി പിടിച്ച ഭാര്യയായി. അപ്പൊ ഞാൻ മുപ്പത്തിയേരോട് പറഞ്ഞേ, ഇത് ഷർട്ടിന് കണ്ടപ്പോഴേ നിങ്ങളൊക്കെയാണ് പതറിയതുണ്ടാവും. ഞാൻ മുപ്പത്തിയേരോട് പറഞ്ഞേ, ഇന്ന് തേച്ച് നല്ല ഉഷാറായിട്ടാന്ന്. ഷർട്ട് എവിടെ കരിഞ്ഞിടേ. എന്നിട്ട് പറയണത് തേച്ചത് നല്ല ഉഷാറായിട്ടാണ്. എന്നാ നാളെ നന്നായി 37 നോക്കിക്കോളൂ, അല്ലെങ്കിൽ അന്ന് മുതൽ തുടങ്ങും യുദ്ധം. അതെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഏത് ബുദ്ധിമാന്മാരായ ആളുകളുടെയും പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ സോക്രട്ടീസിനെ നീ കേട്ടിട്ടില്ലേ? സോക്രട്ടീസും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഇടക്കിടക്ക് വഴക്കുണ്ടാവും. പക്ഷെ ബുദ്ധിപരമായിട്ട് മൂപ്പരൊക്കെ തച്ചു കൊടുത്തു. ഒരു ദിവസം സോക്രട്ടീസും ഭാര്യയും തമ്മിലിങ്ങനെ വഴക്കടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ദേഷ്യം പിടിച്ച ഭാര്യ എന്ത് കാണിച്ച്, തൊട്ടടുത്ത് ഒരു കുടം വെള്ളമുണ്ട്, അതെടുത്തിട്ട് സോക്രട്ടീസിന്റെ തലയിൽ കൂടെ ഒഴിച്ച്. ഞാൻ നിങ്ങളുവാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഒരൊറ്റ അടി അടിച്ച 32 കൊല്ലം കൊയ്യും അല്ലേ? സോക്രട്ടീസ് അപ്പം എന്ത് പറഞ്ഞറിയാം, ഇടി ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു, ഇടിങ്ങനെ പൊട്ടുമ്പോ എന്താ മഴ ഇല്ലാത്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ടോ, ഇടി പൊട്ടിയപ്പോ മഴയും വന്നു, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഭാര്യമാരെപ്പോഴും നന്നാക്കി പറയാം, മോശപ്പെടുത്തി പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, 2 ഭാര്യമാരോട് കൂടുതൽ സംസാരിക്കാൻ സമയം കാണുക. നമ്മുടെ യുവാക്കൾക്കില്ലാത്ത പ്രശ്നം അതാ. നമ്മുടെ യുവാക്കളുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല ഈ മൊബൈൽ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ഒരു ബെഡിലാ കിടക്കണം. എന്നിട്ടോ ഭാര്യ ഹായ് എവിടെ? ഇറാഖിലുള്ള ചെറുപ്പക്കാരന്. ഭർത്താവ് ഹായ് എവിടെ? അമേരിക്കയിലുള്ള പെണ്ണിനെ. ഇത് അടുത്ത കായായി എന്ന് പറഞ്ഞാൽ എന്തൊരായിക്കോ. അകലുള്ളവരോടെ ആയി കണ്ടുകള്. അതാണ് പ്രശ്നം. മാത്രത്തിൽ ഭാര്യമാരോട് നമ്മൾ സംസാരിക്കാൻ അവസരം കാരണം അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. 3ാമത്തെ കാര്യമോ, നമ്മൾ അങ്ങാടിയിലേക്ക് ഭാര്യമാരെ പറഞ്ഞയക്കരുത്. മറിച്ച് നമ്മൾ അങ്ങാടിയിൽ പോയി ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഭാര്യമാർക്ക് അത് അണിയാൻ കൊടുക്കുക. ഭാര്യമാരണിയുന്നത് ഭർത്താക്കന്മാരാകുന്ന നമ്മൾ നോക്കി നിൽക്കുക. നമ്മുടെ ഭാര്യമാരെ ഡ്രസ്സ് അണിയെ നമ്മളിങ്ങനെ നോക്കിക്കുക. എന്തോ ഒരു സന്തോഷമായിരിക്കും. ഇനി 4ാമത്തെ കാര്യം, അതാണ് പ്ലസ് പോയിന്റ്. നോക്കിക്കോളിങ്ങളെ, എന്താണ് അറിയോ? ഭാര്യമാരുടെ സ്നേഹം ഭർത്താക്കന്മാർക്ക് കിട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? കല്യാണം കഴിഞ്ഞ വാർഷിക ദിനം, ആ വാർഷിക ദിനം വരുമ്പോ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. കല്യാണം കഴിഞ്ഞ ദിവസം എല്ലാ വർഷം വരുമ്പോഴേ 1 ഗ്രാം ആഭരണം, അല്ലെങ്കിൽ 1/2 പവൻ, അല്ലെങ്കിൽ 1 പവന്റെ ഒരു മാല. എടിയേ, ഇത് നമ്മളെ കല്യാണം കഴിഞ്ഞ ദിവസമാണല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തോക്കാടികൾ.
എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ. ഇപ്പൊ സൗത്ത് നിർബന്ധിച്ചുള്ള പെണ്ണുങ്ങൾ വിചാരിക്കണ്ടാവും അപ്പാട്ടുകര 10 വർഷം മുമ്പ് കഥാപ്രസംഗത്തിന് വന്ന അന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയത് 10 പവൻ കിട്ടിയാനേ. അല്ലേ? വാസ്തവത്തിൽ അത് നമ്മൾ ചെയ്യണം. വാർഷിക ദിനത്തിൽ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് കൊണ്ടേ കൊടുക്കണം. അത് നല്ലതാണ്. ഇനി സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും ഒരു 10 രൂപയുടെ ഐസ്ക്രീം ആയാലും കൊള്ളാം, പക്ഷെ അത് കൊടുക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ചിലര് ചിന്തിക്കും, വന്നാരെ താരുമി ഈ 4 കാര്യം ഞങ്ങൾ ചെയ്തിട്ട് എൻ്റെ ഭാര്യ എപ്പോഴും നാവുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്കേ മാലപ്പടക്കേനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമെന്നാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. അതെന്താ അറിയോ? ഈ നാക്കുകൊണ്ട് ശല്യം ചെയ്യുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അടിക്കാനും കൊല്ലാനൊന്നും പോണ്ട. അത് കോടതിയും കേസൊക്കെ ആവുള്ളൂ. അങ്ങോട്ടൊന്നും പോണ്ട. മറിച്ച് എന്ത് ചെയ്യാ അറിയാവോ? മെല്ലെ അടുത്ത് ചെന്നിരിക്കുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ള സൂറത്താണ് ഓതിയിട്ട് പുതിയണ്ണിന്റെ നെറ്റത്തൊരൊറ്റ ഊത്ത് ആണ് നന്നാവും സ്വഭാവം. ഇത് കേട്ടിട്ട് ഇന്ന് ചില ആൾക്കാരെ ഭാര്യമാരൊന്നും പരിപാടിക്ക് വന്ന് കാണൂല. നിങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 30 അടുക്കൽ ചെന്നിട്ട് മെല്ലെ എന്ന് പറഞ്ഞാലേ അടിയും പിടിയും കുഴപ്പമൊക്കെ ഉണ്ടാവട്ടാ. പറഞ്ഞിട്ട് ചെയ്താൽ മതി. പാട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നാളെ എനിക്കടെ കഥാപ്രസംഗത്തിന് വരേണ്ടി വരില്ല കേട്ടോ. അപ്പൊ ഇരിക്കട്ടെ, പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ഫറോവ ചക്രവർത്തിയും ആസിയാബിയും പരസ്പരം ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ആ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അശരീയുടെ ശബ്ദം. എന്താണ് ശബ്ദം? അഹങ്കാരിയാകുന്ന ഫറോവ, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അത് കേട്ടപ്പോ ഫറോവ ചക്രവർത്തി ആസിയാബിയോട് ചോദിച്ചു, പെണ്ണേ ആസിയ ഈ കേട്ടാ? ഞാൻ കേട്ട്. ആരാ? ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ. ഇങ്ങോട്ട് നോക്കൂ, ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ. 4 ഭാഗത്തേക്ക് നോക്കി, ആരെയും കാണാനില്ല. ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അഹങ്കാരിയായ ഫറോവ, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അപ്പൊ നോക്കി നിങ്ങള്, മഹതിയാകാന്ന ആസിയ ബീബി പറഞ്ഞേ, അത് തമാശ, ആരെങ്കിലും തമാശ ആക്കിയതിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഫറോവ ചക്രവർത്തിയും ആസിയ ബീവിയും ഉറങ്ങാൻ വേണ്ടി കടന്നപ്പോൾ മിസ്രിൻ ചരിത്രത്തിൽ മിന്നും തിളക്കത്തിൽ ഉയർന്നു നിന്നിടും പള്ളി മുഖദ്ദസല്ലേ, മന്നാൻ ഭവനമല്ലേ. മിസ്രിൻ ചരിത്രത്തിൽ മിന്നും തിളക്കത്തിൽ ഉയർന്നു നിന്നിടും പള്ളി മുഖദ്ദസല്ലേ, മന്നാൻ ഭവനമല്ലേ. പള്ളിയിൽ നിന്നും അഗ്നി അംശമൊന്ന് ഉയർന്നല്ലോ, പാറി വന്നുള്ള ബൈത്തുകളെല്ലാം എരിച്ചു. ഇസ്രായേൽ വീടുകൾ ഒഴികെയെല്ലാം നശിച്ചല്ലോ. ഇതിനാൽ ഫറോവയും ഭീതിയാൽ ആകെ വിറച്ചല്ലോ. മിസ്രിൻ ചരിത്രത്തിൽ മിന്നും തിളക്കത്തിൽ ഉയർന്നു നിന്നിടും പള്ളി മുഖദ്ദസല്ലേ, മന്നാൻ ഭവനമല്ലേ. ആസിയ ബീവിയും ഫറോവയും കടക്കുമ്പോൾ ഫറോവ ചക്രവർത്തി ഒരു സ്വപ്നം കാണുകയാണ്. നോക്കണേ, എന്താ സ്വപ്നം? സംഭവബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം കൊടുത്ത ബൈത്തുൽ മുഖദ്ദസാകുന്ന പള്ളി, ആ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു അഗ്നി ഇങ്ങോട്ട് പൊങ്ങുകയാണ്. അത് ബനി ഇസ്രായേലുകാരുടെ വീടല്ലാത്ത സകലമാന വീടുകളുടെ മീതെയും ചെന്ന് വീഴുകയാണ്. വീണ വീടുകളൊക്കെ കത്തിക്കരിഞ്ഞ് ഭസ്മമായി പോകുകയാണ്. ഇത് കണ്ട് ഞെട്ടിയുണർന്ന ഫറോവ ആസിയ ബീവിയുമായി പങ്കുവെച്ചു. ആസിയ ബീവി അവിടെയും ഭർത്താവിനെ സമാധാനിപ്പിച്ചു. അതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് നാളെ പ്രഭാതമാകുമ്പോൾ സ്വപ്ന വ്യാഖ്യാതാക്കളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് നമുക്കറിയാം. അപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടാൽ ഒന്നിരിക്കൽ ആ സ്വപ്നത്തിന്റെ പുറകിൽ നന്മയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ പുറകിൽ തിന്മയുണ്ടായിരിക്കും. അത് സ്വപ്ന വ്യാഖ്യാതാക്കൾക്കേ അറിയത്തുള്ളൂ. നമ്മളൊരു സ്വപ്നം കാണുന്നത് 2 രൂപത്തിലാണ്. ഒന്നിരിക്കൽ നല്ല സ്വപ്നം കാണും, അല്ലെങ്കിൽ മോശപ്പെട്ട സ്വപ്നം കാണും. നല്ല സ്വപ്നം തന്നെ കാണുന്നത് 2 വിധേനയാണ്. ഒന്നിരിക്കൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ നാം കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള
എന്നുള്ള ധാരണയായിരിക്കും. പക്ഷേ ഈ രണ്ട് രൂപത്തിൽ നല്ല സ്വപ്നം കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായി പങ്കുവെക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം, ഭർത്താവിന് ഭാര്യയോട് പറയാം, കൂട്ടുകാർക്ക് പരസ്പരം പറയാം. അതേ സമയത്ത് ചീത്ത സ്വപ്നം കണ്ടാൽ ആരും ആരോടും പറയരുത്. ഭാര്യ ഭർത്താവിനോട് പറയരുത്, സുഹൃത്തുക്കളോട് പറയരുത്, ഉപ്പ ഉമ്മയോട് പറയരുത്, ഉമ്മ മക്കളോട് പറയരുത്. ചീത്ത സ്വപ്നം നമ്മൾ കാണുന്ന രണ്ട് രൂപത്തിലാണ്. ഒന്നിരിക്കൽ പൈശാചികം, അല്ലെങ്കിൽ ശാരീരികം. സർപ്പം വന്ന് കുത്തുന്നത് കണ്ടാൽ അത് പൈശാചിക സ്വപ്നങ്ങളായിരിക്കും. ഏലസ് എഴുതി കെട്ടിയാൽ, ഐക്കൽ എഴുതി കെട്ടിയാൽ അത് മാറും. പക്ഷേ ചിലത് ഐക്കൽ എഴുതി കെട്ടിയാലും മാറൂല്ല. എന്തുകൊണ്ട്? ഐക്കല്ലിന് വരെയില്ലാഞ്ഞിട്ടല്ല, മറിച്ചത് ശാരീരികമായ പ്രോബ്ലമാണ്. നമ്മൾ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു, ദഹനപ്രക്രിയ കറക്റ്റ് അല്ല, നമ്മൾ വയറ് വീർത്ത് കിടക്കുകയാണ്. ആ രൂപത്തിലെങ്ങാനും ഉറങ്ങിയാൽ സ്വപ്നം കാണുന്നുവെങ്കിൽ അത് ഭീകര സ്വപ്നങ്ങളായിരിക്കും. അതിന് ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ട്, അതിൽ ഹോമിയോയിൽ മെഡിസിൻ ഉണ്ട്, അതിൽ യൂനാനിയിൽ മെഡിസിൻ ഉണ്ട്, അതിൽ അലോപ്പതിയിൽ മെഡിസിൻ ഉണ്ടോ ഇല്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മെഡിസിൻ കഴിച്ച് മാറ്റേണ്ട രോഗമാണ്. ചീത്ത സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് ഇടത് ഭാഗത്തോട്ട് ഒരു 3 തവണ അങ്ങ് തുപ്പണം. അങ്ങനെ തുപ്പണം. എന്നിട്ട് വലത് ഭാഗത്തോട്ട് തിരിഞ്ഞടക്കണം. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഭാര്യമാരങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ഇടത് ഭാഗത്തേക്ക് തുപ്പുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അടി ഫറോവയുടെ സുന്നത്തുമായിരിക്കും. ചെയ്യേണ്ട കാര്യം അതാ ഞാനതേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഇവിടെ ഫറോവ ചക്രവർത്തി കണ്ട സ്വപ്നം ആസിയാബിയോട് പറഞ്ഞു. ആസിയാബിയെ സമാധാനിപ്പിച്ച് പിറ്റേ ദിവസം സ്വപ്ന വ്യാഖ്യാതാക്കളെ വരുത്തി. സ്വപ്ന വ്യാഖ്യാതാക്കളോടും ഫറോവ സ്വപ്നങ്ങൾ വിശദീകരിക്കുക. അപ്പൊ ഫറോവ ചക്രവർത്തിയോട് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞു, പ്രഭു നിങ്ങൾ ഈ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾ പറയാം, പക്ഷെ നിങ്ങൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാവോ? അതൊന്നുമില്ലെന്ന് പറഞ്ഞേക്കുന്നു. അന്നേരം പറയാണ്, ബനി ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ഒരാൺകുട്ടി ജനിക്കാനുണ്ട്. ആ ആൺകുട്ടി ജനിച്ച് വളർന്ന് വലുതായാൽ നിങ്ങളുടെ ഭരണം നഷ്ടപ്പെടും, നിങ്ങൾക്ക് അന്ത്യം സംഭവിക്കും, നിങ്ങളുടെ എല്ലാ പ്രൗഢിയും അതോടുകൂടി അവസാനിക്കുമെന്നാ. അത് കേട്ട് കിടകിടെ വരച്ച ഫറോവ ചോദിച്ചു, ആ ആൺകുട്ടി ജനിച്ചിട്ടുണ്ടോ? ഇല്ല, ജനിക്കാൻ പോകുമേ ഉള്ളൂ. ശരി, എന്നാൽ എനിക്കെതിരായിട്ട് ബനി ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ഒരാൺകുട്ടി ജനിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, എന്ത് ചെയ്യണം? ഫറോവ ചക്രവർത്തി തന്റെ സഹപ്രവർത്തകരോടും പട്ടാളക്കാരോടടക്കം അവിടെ നിന്ന് കൂടിയാലോചന നടത്തുകയാണ്. എനിക്കെതിരെ ഒരു കുട്ടി ബനി ഇസ്രായേലുകാരിൽ ജനിക്കുമെത്രേ, ആ കുട്ടിയുടെ ജനനം തടയിടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും അതീവ ഗൗരവത്തോടു കൂടി ചിന്തിച്ചിരിക്കുക. എന്താ മാർഗമെന്ന്, എന്താണ് മാർഗമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്താൽ സഹോദരങ്ങളെ നമുക്ക് നാളെ പറയാം കേട്ടോ. 8 മണിക്കാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്, ഓർക്കുന്നല്ലോ. കഥാപ്രസംഗമല്ല, ഇന്ന് 8 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പൊ 10:15 ഇൻഷാ അല്ലാഹു തആല. നാളെ നമ്മുടെ പരിപാടി ഇന്നത്തെ പോലെ തന്നെ ഇശായ ജമാഅത്ത് കഴിയുക, സ്റ്റേജിലേക്കാണ് കയറുക. നാളെ ബാങ്ക് കൊടുത്ത ഉടനെ ജമാഅത്ത് തുടങ്ങുമെന്നും അറിയിക്കുന്നു. അതുകൊണ്ട് ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റേജിലേക്കാണ് കയറുക. എൻ്റെ സൗണ്ട് നന്നാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക, അല്ലെങ്കിൽ പകര സംവിധാനം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. രാജാതിരാജനായ അല്ലാഹ്, സാധുക്കളായ പാവികളായ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് എല്ലാം സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും കുടുംബമിത്രാദികളുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത്
ഏവരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പഠിച്ചവനെ, ഈ മഹത്തായിരിക്കുന്ന സദസ്സില് എൻ്റെ വയസ്സും പ്രാഞ്ചെന്ന വാപ്പമാരുണ്ട് റബ്ബേ, എൻ്റെ വല്ലിപ്പമാരുണ്ട് റബ്ബേ, എൻ്റെ പൊന്നുമ്മമാര് വല്യമ്മമാരുണ്ട് റബ്ബേ, എൻ്റെ കരളിൻ്റെ കഷ്ടമാകുന്ന യുവാക്കളുണ്ട് റബ്ബേ, എൻ്റെ പൊന്നു പെങ്ങന്മാരുണ്ട് റബ്ബേ. ഞങ്ങളിൽ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. പഠിച്ചവനെ, ജോലിയില്ലാത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ അനുയോജ്യമായ തൊഴിൽ കൊടുക്കണേ റബ്ബേ. വീടില്ലാത്തവരുണ്ടെങ്കിൽ അനുയോജ്യമായ വീട് വെക്കാനുള്ള അവസരം കൊടുക്കണേ റബ്ബേ. അവസരം കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. മക്കളെ കൊണ്ട് ചീത്ത പേര് കേൾക്കുന്ന ഹതഭാഗ്യരാകുന്ന മാതാപിതാക്കളിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളെ മക്കളുടെ കാരണം അല്ലാഹുവേ സമുദായമോ ഞങ്ങളുടെ മഹല്ലോ തലകുനിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. വഷളത്തരത്തിലാക്കല്ല റബ്ബേ. ഇസ്സത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. പഠിച്ചവരെ, ഞങ്ങളുടെ പക്കലുള്ള ദോഷം കൊണ്ടാവാം, ഞങ്ങളുടെ ദുസ്വഭാവം കൊണ്ടാവാം അല്ലാഹുവേ ധിക്കാരികളാകുന്ന ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. പഠിച്ചവനെ, ദുർഭരണം കൊണ്ട് നാഥാ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. അതേപോലെ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. നീ പരീക്ഷിക്കല്ലേ റബ്ബേ. പഠിച്ചവനെ, ഈ മഹത്തായ നാട്ടിൽ 10 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ എൻ്റെ ശബ്ദം കേട്ടിരുന്ന എത്രയെത്ര ഉപ്പമാര് മരിച്ചുപോയി, എത്രയെത്ര ഇക്കമാര് മരിച്ചുപോയി, എത്രയെത്ര ഉമ്മമാര് മരിച്ചുപോയി, എത്രയെത്ര പെങ്ങമാര് മരിച്ചുപോയി. പ്രത്യേകിച്ച് എൻ്റെ പ്രിയങ്കരനാകുന്ന സുഹൃത്ത് സഅദ് റബ്ബേ മരിച്ചുപോയുവല്ലോ. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബർ നീ സ്വർഗ്ഗപുതോപ്പാക്കണേ റബ്ബേ. ഖബറിലെ ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നരകത്തിൻ്റെ ചൂട് അവരുടെയും ഞങ്ങളുടെയും ശരീരത്തിൽ നീ തട്ടിക്കല്ലേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ അമല് കൊണ്ടല്ല, നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ അമല് കൊണ്ടല്ല, നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ അമല് കൊണ്ടല്ല, നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പഠിച്ചവനെ, അതേപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായും ഞങ്ങൾക്ക് മതപരമായും ഒക്കെ നേതൃത്വം തരുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളുണ്ട് റബ്ബേ, പണ്ഡിതന്മാരുണ്ട് റബ്ബേ, ഉമറാക്കളുണ്ട് റബ്ബേ. അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. വന്യരാകുന്ന ഗുരുവര്യർ റബ്ബേ, പുത്തുക്കോയ തങ്ങൾക്ക് റബ്ബേ, മഹാനായ ആലിക്കുട്ടി ഉസ്താദിന് റബ്ബേ, വന്യരാകുന്ന പാലക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് റബ്ബേ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്കൊക്കെയും നിന്റെ റഹ്മത്ത് കൊണ്ട് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ സാലിഹീകളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ അപകടത്തിൽപ്പെടുത്തല്ലേ റബ്ബേ, ചതിമാർഗത്തിൽ പെടുത്തല്ലേ റബ്ബേ, മയക്കുമരുന്നിൽ പെടുത്തല്ലേ റബ്ബേ. മറ്റുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ അഭിവൃദ്ധി തന്നേക്കണേ റബ്ബേ. പഠിച്ചവനെ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇഫ്ളിന് പഠിക്കുന്ന മക്കളുണ്ട്, ഫാദിലേക്ക് പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, അതേപോലെ അർബിറിൽ പഠിക്കുന്ന മക്കളുണ്ട്. ആ മക്കളൊക്കെയും അല്ലാഹുവേ ദുനിയാവിൽ ഉഖ്റവിയായ പാണ്ഡിത്യമുള്ള ദുനിയവിയായ ദീനീ കാര്യങ്ങൾ കൊണ്ട് നടത്താൻ പറ്റുന്ന പാകതയുള്ള പണ്ഡിതന്മാരാക്കണേ റബ്ബേ. ഭൗതികത നേടുമ്പോഴേക്കൻ ആത്മീയതയെ തള്ളിപ്പറയുന്നയോ അല്ലെങ്കിൽ ആത്മീയത കൊണ്ട് അസൂയ കൊണ്ടോ മറ്റോ ഭൗതികതയെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു ഹതഭാഗ്യരിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. സമുദായത്തിന് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഇടയിലുള്ള ഭിന്നിപ്പ് മാറ്റണേ
റബ്ബേ. ഉസ്താദുമാരെ നിന്ദിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. ഉസ്താദുമാരെ വേദനിപ്പിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. മാതാപിതാക്കളെ നോവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ നോക്കുകൊണ്ടോ ഞങ്ങളുടെ നാക്കുകൊണ്ടോ ഞങ്ങളുടെ ഭാര്യമാര് കരയുന്ന അവസ്ഥ തരല്ല റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ വിഷമിക്കുന്ന അവസ്ഥ തരല്ല റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാരെ വിഷമിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. പഠിച്ചവനെ ഈ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഇതിനെ ഫ്ലക്സ് ഒട്ടിച്ചവര്, ഇതിനെ പോസ്റ്റ് ഒട്ടിച്ചവര് റബ്ബേ, നോട്ടീസ് ഒട്ടിച്ചവര്, അതേപോലെ ഈ പ്രോഗ്രാമിന്റെ പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തവര്, അനൗൺസ് നടത്തിയവര്, ഇങ്ങനെ എന്തെല്ലാം രൂപത്തിൽ ഈ പരിപാടികളോട് ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. എന്റെ പൊന്നുമക്കളാകുന്ന SKSFന്റെ പൊന്നുമക്കൾ റബ്ബേ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ആ മക്കൾ നല്ലൊരാഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട് റബ്ബേ. ആഗ്രഹത്തിന്റെ തുടക്കം എൻ്റെ വന്യരാകുന്ന ഗുരുവരുടെ നാക്കിൽ നിന്നാണെന്ന് എൻ്റെ പ്രിയങ്കരനാകുന്ന താരം ഇവിടെ പറഞ്ഞല്ല റബ്ബേ. പഠിച്ചവനെ ഉസ്താദിന്റെ നാക്കിൽ നിന്ന് വന്ന ആ കാര്യം ഇവിടെ വെച്ചുകൊണ്ട് ഈ കൊച്ചുമഹലിൽ ഇത് പ്രാവർത്തികമാക്കാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ. നീ തൗഫീക്ക് നൽകണേ റബ്ബേ. നീ തൗഫീക്ക് നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ സൂറത്ത് ഓതിയിട്ട് പോവുക. നാളെ ഇശാ ബാങ്ക് കൊടുക്കുമ്പോഴേക്കിന് എല്ലാവരും പള്ളിയിലെത്തുക. നിസ്കാരം കഴിഞ്ഞ് ഉടനെ പരിപാടി ആരംഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.